2035 ആകുമ്പോഴേക്കും ഇന്ത്യൻ നിർമ്മിത കപ്പലുകളുടെ എണ്ണം 200 എണ്ണമാകും. കരുത്തുറ്റ സേനയായി ഇന്ത്യൻ നാവികസേന മാറാൻ ഇനി അധികം താമസമില്ല. അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യ. കപ്പൽ നിർമ്മാണത്തിൽ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കുന്ന കപ്പൽ ഉപയോഗിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി. യുദ്ധ സാഹചര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളെ അറ്റകുറ്റപ്പണിയോടെ സ്പെയർ പാർട്സുകൾക്കൊക്കെ ആശ്രയിക്കുന്ന ഗതികേടിൽ നിന്നും ഇന്ത്യ കരകയറാൻ തുടങ്ങുന്നു. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ഈ പുതിയ യുദ്ധക്കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിരോധ നിർമ്മാണ രംഗത്തെ സ്വയം പര്യാപ്തതയുടെ മറ്റൊരു ഉദാഹരണമാണ് പുതിയ യുദ്ധക്കപ്പൽ. ഡോൾഫിൻ ഹണ്ടർ എന്നാണ് ഈ കപ്പലിന്റെ വിശേഷണം. 77 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. തീരപ്രദേശത്തിന് സമീപത്തുള്ള ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തുക, നിർവീര്യമാക്കുക, ഇത്തരം സജ്ജീകരണങ്ങളോടെയാണ് ഈ കപ്പലിന്റെ രൂപകൽപ്പന. INS അഞ്ച്ദ്വീപിൽ ഹൾ മൗണ്ടഡ് സോണാർ അഭയ് ഉൾപ്പെടെയുള്ള നൂതന തദ്ദേശീയ ആയുധങ്ങളുണ്ട്, സെൻസറുകളുണ്ട്, ഭാരം കുറഞ്ഞ ടോർപിഡോകളും അന്തർവാഹിനികളെ തകർക്കാൻ സാധിക്കുന്ന റോക്കറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കാർവാർ തീരത്ത് അഞ്ച്ദ്വീപ് ദ്വീപിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ വിശാലമായ സമുദ്ര താൽപര്യങ്ങളും തീരദേശ സമീപനങ്ങളും സംരക്ഷിക്കാനുള്ള നാവികസേനയുടെ കഴിവ് വർദ്ധിപ്പിക്കും. നാവികസേനയുടെ ചീഫ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി കഴിഞ്ഞ ആഴ്ച INS അഞ്ച്ദ്വീപ് എന്ന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ പുറത്തിറക്കുമ്പോഴും ഇക്കാര്യം പറഞ്ഞിരുന്നു. 2026 മാത്രം 15 പുതിയ കപ്പലുകൾ നാവികസേനയിൽ ഉൾപ്പെടുത്തും. ഇതെല്ലാം ഇന്ത്യൻ നിർമ്മിത കപ്പലുകളാണ് എന്നതാണ് പ്രത്യേകത. നാവികസേനയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു വർഷത്തിനകം ഇത്രയധികം പുത്തൻ കപ്പലുകൾ സേവനത്തിൽ എത്തുന്നത്. 2025 ഇന്ത്യ 12 യുദ്ധക്കപ്പലുകളും ഒരു മുങ്ങിക്കപ്പലുമാണ് നിർമ്മിച്ചത്. ഒരു വർഷം പുതിയ 15 കപ്പലുകൾ പുറത്തെത്തിയാൽ തന്നെ 10 വർഷത്തിൽ 150 കപ്പലുകൾ സേവനത്തിനെത്തും. 2047 ഒരു സമ്പൂർണ്ണ ആത്മനിർഭർ ഭാരത് സേനയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇവിടെ കപ്പൽ നിർമ്മാണത്തിൽ മാത്രമല്ല, ഘടകഭാഗങ്ങൾ മുഴുവനും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന സ്ഥിതിയിലേക്ക് അപ്പോഴേക്കും ഇന്ത്യ എത്തിയിരിക്കും. ആത്മനിർഭരത എന്നതിനർത്ഥം മേക്ക് ഇൻ ഇന്ത്യയിൽ നിന്നും ട്രസ്റ്റ് ഇൻ ഇന്ത്യയിലേക്കുള്ള കുതിപ്പാണെന്നാണ് വിശകലനം. ഇപ്പോൾ പ്രതിരോധ വകുപ്പിൽ നിന്നും നിർമ്മാണ ഉത്തരവ് ലഭിച്ചിരിക്കുന്ന 50 കപ്പലുകൾ ഇന്ത്യയിലെ വിവിധ കപ്പൽ നിർമ്മാണശാലകളിലാണ് നിർമ്മിക്കുക. ശ്രദ്ധ മുങ്ങിക്കപ്പലുകളെ തകർക്കാനുള്ള ശക്തി വർദ്ധിപ്പിക്കുന്നതിലാണ്. മുങ്ങിക്കപ്പലുകളാണ് ഭാവി നാവിക യുദ്ധത്തിൽ നിർണായക ഘടകമാകാൻ പോകുന്നത് എന്ന് ഇന്ത്യക്കറിയാം. ആണവോർജ്ജം ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലുകൾക്ക് വർഷങ്ങളോളം കടലിനടിയിൽ ഒളിച്ചിരിക്കാൻ സാധിക്കും. ഇവയാണ് കടലിൽ നിന്നും ഭാവിയിൽ വൻ ഭീഷണി ഉയർത്തുക. അതിനാൽ മുങ്ങിക്കപ്പലുകളെ തകർക്കാനുള്ള സാങ്കേതിക വിദ്യയിലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാവി. അതുപോലെ കടലിനടിയിലെ യുദ്ധതന്ത്രങ്ങളിലും ഇന്ത്യ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഈയിടെ പുറത്തിറക്കിയ അഞ്ച്ദ്വീപ് ഉൾപ്പെടെ ഇന്ത്യക്ക് ഇപ്പോൾ 16 മുങ്ങിക്കപ്പലുകളാണുള്ളത്. സമുദ്രത്തിന്റെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ ഒളിച്ചിരുന്ന മുങ്ങിക്കപ്പലുകളെ നശിപ്പിക്കാൻ സാധിക്കുന്ന വെസലുകളാണ് അഞ്ച്ദ്വീപ് ഉൾപ്പെടെ ഉള്ളവ. ഇത് ഇന്ത്യയുടെ തീരദേശങ്ങളിലും കിഴക്കൻ തീരങ്ങളിലെ ആഴം കുറഞ്ഞ തീരത്തോട് അടുത്ത പ്രദേശങ്ങളിലും ഫലപ്രദമായി ഒളിഞ്ഞിരുന്ന പോരാടും. ഭാരം കുറഞ്ഞ ടോർപിഡോകളും ശബ്ദ തരംഗങ്ങൾ അളന്ന് കടലിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന മുങ്ങിക്കപ്പലുകളെയും മൈനുകളെയും കണ്ടെത്താൻ സഹായിക്കുന്ന ആഴം കുറഞ്ഞ കടൽ ഭാഗങ്ങളിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന സോണാറുകളും ആണ് മുങ്ങിക്കപ്പലുകളെ തകർക്കാനുള്ള അഞ്ച്ദ്വീപ് പോലുള്ള മുങ്ങിക്കപ്പലുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രതിരോധ രംഗത്തെ തദ്ദേശവൽക്കരണം രാജ്യസുരക്ഷയെ കൂട്ടും എന്ന കാഴ്ചപ്പാട് തന്നെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനുള്ളത്. പുതിയ ഇന്ത്യയുടെ കാഴ്ചപ്പാടാണ്. കാരണം വിദേശ ആയുധങ്ങളെ ഉപയോഗിച്ചാൽ അവയുടെ ഇലക്ട്രോണിക് രഹസ്യങ്ങൾക്കുള്ളിൽ രാജ്യരഹസ്യങ്ങൾ ചോർത്തുന്ന എന്തൊക്കെ സംവിധാനങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നത് കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്തായാലും ഈ നീക്കം ഇന്ത്യൻ നാവികസേനയ്ക്ക് പുതിയ ഒരു കരുത്താവുകയാണ്. ഇന്ത്യൻ നാവികസേന ലോകത്തുള്ള മറ്റ് നാവികസേനകൾക്കൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ എത്തണം എന്ന് തന്നെയാണ് ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള കുതിച്ചുചാട്ടം തന്നെയാണ് ആത്മനിർഭർ നാവികസേനയുടെ ലക്ഷ്യവും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.